ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പഴുത്ത നേന്ത്രപ്പഴം, അതുപോലെ 2 കപ്പ് ചോറുമാണ് കേട്ടോ. അപ്പോൾ ഈസി സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഴം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം 1 കപ്പ് നല്ല ഒന്നാം പാല്, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് 1 കപ്പ് തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് ഈ പഴം നല്ല പോലെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെ, പഴം ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 2 കപ്പ് ചോറാണ്. അപ്പോൾ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമല്ലേ. അപ്പോൾ 2 കപ്പ് ചോറ് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ചോറും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പഴം അരച്ച് മാറ്റി വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ അരച്ച് ഈ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ 2 അച്ച് ചെറിയ അച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 3 വലിയ അച്ച് ശർക്കര ഉണ്ടെങ്കിൽ അത് ധാരാളം, അത് മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ 2 വലിയ അച്ച് ശർക്കര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 ചെറിയ അച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ ഒരു പാകത്തിനുള്ള മധുരമായിരിക്കും. അതൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ശർക്കരയും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടൊഴിച്ച് കൊടുക്കുക. കൂട്ടൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യും നമ്മുടെ മിക്സും നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. ഒരു ഇളം ചൂടായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ റെസിപ്പിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് നന്നായി കുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നെയ്യും അതുപോലെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മൊത്തം ഒരു 3 ടീസ്പൂൺ നെയ്യും 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൊത്തം ഒറ്റയടിക്ക് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ഇത് കുറുകി വരുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലപോലെ തിക്കായിട്ട് വന്ന് ഇതുപോലെ ബബിൾസൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ കൈയിൻ്റെ മേലേക്കൊന്നും പൊട്ടിത്തെറിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ 2ാമത്തെ ടീസ്പൂൺ നെയ്യും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ലാസ്റ്റാണ് ചേർത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അത് ഓരോ ടേബിൾ സ്പൂണായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് 5 ടേബിൾ സ്പൂൺ ചേർക്കണ്ട. നമ്മൾ എണ്ണയും അതുപോലെ നെയ്യും ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് കുറുക്കം കൂടി വരുന്നത്.
അപ്പോൾ നമ്മുടെ മിക്സ് അത്യാവശ്യം ഇങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളത് കഴിക്കുമ്പോൾ ഒന്ന് കടിച്ച് കഴിക്കാനൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത്, ഇതെല്ലാം അണ്ടിപ്പരിപ്പ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടി നമുക്കൊരു ഏകദേശം 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏലക്കാപ്പൊടി, അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളൂ. ഇനിയും 3 ടേബിൾ സ്പൂൺ ചേർക്കാൻ കിടക്കുകയാണ്. അത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇളക്കി നമ്മുടെ സംഭവം ഇതേ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് പാനിൽ ഇങ്ങനെ ഓടി കളിക്കുന്ന ഒരു പരുവാണ്. നല്ലതുപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യും കൂടി ചേർക്കാനുണ്ട്. ഞാൻ 2 ടീസ്പൂൺ ആകെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് ടീസ്പൂൺ കൂടി ചേർത്തിട്ട് വേണം ഇതിൽ നിന്ന് വാങ്ങി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ട്രേ എടുത്തിട്ട് ഒന്ന് കുറച്ച് എണ്ണയൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ലാസ്റ്റ് 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കാനുള്ളത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ ടോട്ടലി നെയ്യും ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ കുറുക്കിയെടുക്കാനായിട്ട്. ഒരു കാരണവശാലും ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കരുത്, അത് വേഗം അടി പിടിച്ച് നാശമായി പോവും. അപ്പോൾ ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല പോലെ തിക്നെസ് ആയിട്ടുണ്ട്. ഇതേ ട്രേ ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നല്ല സ്പൂൺ ഉപയോഗിച്ചിട്ട് സ്പൂണിൻ്റെ അടിഭാഗത്ത് ഒരു ലേശം നെയ്യൊക്കെ തടവി കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ട്രേ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു സാധാ സ്റ്റീലിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കിണ്ണാണെങ്കിലും ഇതിന് പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ തിക്നെസ് അനുസരിച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുത്ത് നമുക്കിത് തണുക്കാൻ വയ്ക്കാം. നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ അതേ നോക്കി നമ്മുടെ സ്വീറ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കത്തിയുടെ മേലെ ഒന്നും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം മുറിച്ചെടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ എന്തുകൊണ്ടാണ് മുറിക്കുന്നത് അതിൻ്റെ മേലേക്ക് ആകെ ഒട്ടിപ്പിടിച്ച് ഷേപ്പൊക്കെ പോയി കിട്ടും. അപ്പോൾ നോക്കിയേ, ഒരു കിണ്ണത്തപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഒരു പഴവും 2 കപ്പ് ചോറും 1 കപ്പ് തേങ്ങാപ്പാലും മതി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട്. പിന്നെ ഒരു മേമ്പൊടിക്കാണ് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ നമ്മുടെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. തയ്യാറാക്കിയതിന് ശേഷം റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കരുത്. See you soon with another beautiful video. Until then, take care. Bye bye. Assalamu alaikum. Thank you.